CSR ഫണ്ട് തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസിൽ കൂട്ടുപ്രതികൾ ആരൊക്കെയെന്നും രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. അതേസമയം കേസിൽ ഇഡിയുടെ പ്രാഥമിക വിവരശേഖരണം നടന്നു. തട്ടിയെടുത്ത പണം പ്രതി വിദേശത്തേക്കടക്കം കടത്തിയെന്നാണ് ഇഡിയുടെ സംശയം. തട്ടിയെടുത്ത പണം എന്ത് ചെയ്തുവെന്നും തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി ആരോപണം നേരിടുന്ന രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. പ്രതിയുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് പ്രതി ഇടുക്കി ജില്ലയിൽ വാങ്ങിക്കൂട്ടിയ ഭൂസ്വത്തുക്കൾ പോലീസ് കണ്ടെത്തി. കുടുംബക്കാരിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ് അടുത്ത അന്വേഷണം. തട്ടിപ്പിന് ശേഷം അനന്തകൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെന്ന് ഇഡിയുടെ വിവരശേഖരണത്തിൽ കണ്ടെത്തി. തട്ടിപ്പ് പുറത്തറിഞ്ഞതിനു ശേഷവും പ്രതി ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. പണം നഷ്ടപ്പെടില്ലെന്നും തിരികെ നൽകുമെന്നും ക്യാമ്പയിൻ നടത്തി. കേസിൽ ഒരു വലിയ ശൃംഖല തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോടതിയുടെയും വിലയിരുത്തൽ. NGOകളിൽ പങ്കാളികളായവരാണ് തട്ടിപ്പ് നടത്തിയതെന്നും കേസന്വേഷണം നടന്ന് സത്യം പുറത്തുവരുമെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. കേസിന്റെ അന്വേഷണം വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തകൃഷ്ണൻ വാങ്ങിയ ആഡംബര കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.